ഇത് നമ്മുടെ സൊണാലി കോഴിക്കുഞ്ഞുങ്ങളാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പാവം തോന്നെങ്കിലും നല്ല പീക്കിരികളാണ് കേട്ടോ. നല്ല വികൃതിയുണ്ട്. കാണുമ്പം നാടൻ കോഴിയുടെയൊക്കെ മാതിരിയാണ്. വലുതായാലും നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഇതിന്റെ മുട്ട നാടൻ കോഴീന്റെ ആ ഒരു സെയിം ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ മുട്ടയും വരിക. പക്ഷെ നമ്മളുമായിട്ട് ഒട്ടും ഇണങ്ങില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കോഴികളെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും വികൃതിയായ കുഞ്ഞുങ്ങളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വളർത്തുന്നത്. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി കോഴീനെ പുറത്ത് തുറന്ന് വിടാറില്ലേ എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുറത്ത് തുറന്ന് വിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം ഇന്ന് ഞാനിതാ കോഴികളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഇന്ന് എന്നല്ല കേട്ടോ, ഒരുവിധം എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഞാൻ കോഴീനെ തുറന്ന് വിടാറുണ്ട്. പിന്നെ എല്ലാവരോടും കൂടി ഒരു ചോദ്യം, മഴയാണ്, നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. മഴയത്ത് എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. മഴ മാത്രമല്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. മഴയുള്ള സമയത്ത് ഞാൻ കോഴീനെ അങ്ങനെ ഇങ്ങോട്ട് തുറന്ന് വിടാറില്ല. അപ്പോൾ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് അവരെ തുറന്ന് വിടാറ്. എന്നാലും തുറന്ന് വിട്ടില്ലെങ്കിലും എന്തോ ഒരു മാതിരിയാണ്. തുറന്ന് വിട്ടാലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതാ നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല കാറ്റാണ്. ഉച്ചയ്ക്ക് ഞാൻ കോഴികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നപ്പം ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി എനിക്ക് കിട്ടിയ പണി എന്താണെന്നല്ലേ, ഇത് കണ്ടോ നിങ്ങൾ, എൻ്റെ ചായമൻസ. ഇത് നമ്മുടെ മഴ ആ ഒരു കാറ്റത്ത് ഒടിഞ്ഞു പോയിട്ടോ. ഒടിഞ്ഞില്ല, പക്ഷെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് മരത്തിന്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് മറിഞ്ഞു പോയത്. പക്ഷെ വേരിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയതാണ്. ഞാനത് നേരെ നിർത്താൻ നോക്കി. നേരെ നിർത്തിയാൽ ഒരു പക്ഷേ ആ ഒരു കൊമ്പ് ഒടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ കൊമ്പുകൾ വെട്ടിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. നമ്മൾ കുഴിച്ചിട്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ കൊമ്പ് ജസ്റ്റ് ഒരു മണ്ണിൽ ഇങ്ങനെ ചാരി വെച്ചാലും പെട്ടെന്ന് വേര് വരികയെ. തീറ്റച്ചെലവ് കുറയ്ക്കാൻ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു സാധനമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് കണ്ടോ, 2 ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നേ. അത്യാവശ്യം നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കട്ടോ. പക്ഷെ ഞാനിതുവരെയായിട്ടും ഇത് ഉപ്പേരി വെച്ച് കഴിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ പറഞ്ഞു നല്ലതാണ് എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ പേടിയായിട്ട്, എനിക്കെന്തോ മനസ്സ് തോന്നുന്നില്ല കേട്ടോ അത് ഉപ്പേരി വെച്ച് കഴിക്കാനായിട്ട്. പക്ഷെ ഞാൻ കോഴികൾക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൂടിൻ്റെ അവസ്ഥ. തെങ്ങുമെന്ന് തേങ്ങയും അതുപോലെ ഓലയൊക്കെ വീണിട്ട് കണ്ടില്ലേ, മുകളിലെ ഭാഗം കുറച്ച് ഓല നമ്മൾ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ അല്ലാതെ കുറച്ച് ഓലയും കൂടി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അതുപോലെ തേങ്ങയൊക്കെ വീണിട്ട് ഷീറ്റ് മൊത്തത്തിൽ ഓട്ടയായിട്ടുണ്ട്. അതിൻ്റെ പുറമെ എലികൾ വന്നിട്ട് ഓരോ വകയും കുറേ ഓട്ടകൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് കൂടിൻ്റെ അവസ്ഥ. മഴക്കാലത്താണ് കുറച്ച് ബുദ്ധിമുട്ട്. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ മഴക്കാലത്ത് ആ ഒരു ഓട്ടയിൽ കൂടെ വെള്ളമൊക്കെ കോഴിക്കൂട്ടിലേക്ക് ചോരുന്ന സമയത്ത് നമ്മുടെ ചിപ്പിൽപ്പൊടിയൊക്കെ പെട്ടെന്ന് നനയും. അറിയാലോ, ചിപ്പിൽപ്പൊടി നനഞ്ഞാൽ പിന്നെ കൂട്ടിൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പെട്ടെന്ന് പൂപ്പൽ വരും. അതുവഴി കോഴികൾക്ക് അസുഖങ്ങളും പെട്ടെന്ന് വരും. അപ്പം മഴക്കാലം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ കൂട് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വലിയ കൂടൊന്നുമല്ലല്ലോ. സൗകര്യം വളരെ കുറവാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വലിയ കൂടായിട്ടൊക്കെ തോന്നും. പക്ഷേ എൻ്റെതൊരു ചെറിയ കൂടാണേ. ഈ കൂട് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ ഞാൻ എല്ലാ വർഷവും ഒരു 1000 രൂപേൻ്റെ ഷീറ്റ് ആ ഒരു കോഴിക്കൂടിൻ്റെ മുകളിൽ വാങ്ങിയിടാറുണ്ട് കേട്ടോ. എത്ര ഇട്ടാലും എലി വന്ന് ഓട്ടയാക്കും. അതുപോലെ തേങ്ങ വീണിട്ട് അത് ഓട്ട വരും. ഈ പ്രാവശ്യം ഞാൻ പുതിയ ഷീറ്റ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പോന്നോടത്തിലോളം അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്, ചേച്ചി കോഴീനെ തുറന്ന് വിടാറില്ലേ എന്നുള്ളത്. ഞാൻ കോഴീനെ തുറന്ന് വിടാറുണ്ട് കേട്ടോ. നമ്മുടെ അയൽവാസികൾക്കൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അറിയാലോ, ഇത്രയും കോഴികളെ നമുക്ക് കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തീറ്റ മാത്രം കൊടുത്തിട്ട് വളർത്തുന്നതായിരിക്കണം. അതാകുമ്പം നമുക്ക് തുറന്ന് വിട്ടിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല കേട്ടോ. 3 നേരം അല്ലെങ്കിൽ 2 നേരം നമ്മൾ തീറ്റ മാത്രം, ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ അരിയോ വേറെ ഒന്നും കൊടുക്കാതെ വെറും തീറ്റ മാത്രം കൊടുത്തിട്ടാണ് നമ്മൾ കോഴികളെ വളർത്തുന്നതെങ്കിൽ നമുക്ക് തുറന്ന് വിടേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ തീറ്റ മാത്രം കൊടുത്തിട്ടല്ല കേട്ടോ എൻ്റെ കോഴികളെ വളർത്തുന്നത്. ഞാൻ അവർക്ക് ചോറ്, ഗോതമ്പ്, അരി, എല്ലാ സാധനങ്ങളും, പച്ചക്കറി, മീൻ വേസ്റ്റ്, എല്ലാ സാധനങ്ങളും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നും വൈകിട്ട് ഇതുപോലെ എല്ലാവരെയും തുറന്നു വിടും. അതായത് നമ്മുടെ ഗ്രാമശ്രീ പൂവൻകുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഞാൻ വൈകിട്ട് തുറന്നു വിടുക. ബാക്കി നമ്മുടെ നാടൻ കോഴികളെയൊക്കെ ഞാൻ രാവിലെ തുറന്നു വിടാറുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു കൂട്ടിലിട്ടാൽ അവർ ഒന്നായിട്ട് കൊത്തിപ്പറിക്കും. പിന്നെ നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പരസ്പരം നന്നായിട്ട് കൊത്തുകൂടും കേട്ടോ. കൊത്തുകൂടിയിട്ട് ഇവരുടെ തൂവലൊക്കെ പറഞ്ഞു പോരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കൂടിന് അതിന് മാത്രം സൗകര്യം വേണം. എൻ്റെ കൂടിന് അങ്ങനത്തെ വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം വലിയ കൂടായിരിക്കാം, പക്ഷേ അല്ലാതെ ഇതൊരു സൗകര്യം കുറഞ്ഞ വളരെ ചെറിയൊരു കൂടാണ്.
പിന്നെ എനിക്ക് കൂടൊക്കെ വേറെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു സ്ഥലം ഇവിടെ ഇല്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രി കുറുക്കന്മാരെ ഭയങ്കര ശല്യമാണ്. 10-12 കുറുക്കന്മാർ വന്നിട്ട് കൂടൊക്കെ ഇങ്ങനെ മാന്തി പൊളിക്കുകയാണേ. അങ്ങനെ 2-3 കൂടൊക്കെ അവർ പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു റിസ്കിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇനിയിപ്പോൾ കൂട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കല്ലൊക്കെ കെട്ടിയിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കൂടേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ മരത്തിൻ്റെ കൂടൊന്നും എന്തായാലും പറ്റില്ല കേട്ടോ. അതിനുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ. പിന്നെ ഇവരെ വൈകിട്ട് ഇതുപോലെ തുറന്നു വിടും. വൈകിട്ട് സ്കൂളിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്ന സമയത്ത് അത് കുഴച്ചിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അതിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടാറില്ല. കാരണം അതിൽ കറിയും ഉപ്പേരിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് നന്നായിട്ട് ഇവർക്ക് കൊടുത്താൽ ഇവർ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി കൂട്ടുപോകും. അതുമാത്രമല്ല, ഇത്രയും കോഴികളെ രാവിലെ തുറന്നു വിട്ടാൽ അത് അയൽക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഇതുവരെയായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. അതുമാത്രമല്ല, കീരി നന്നായിട്ടുണ്ട് കേട്ടോ. കീരി ശല്യം ഉണ്ട്. രാവിലെ തുറന്നു വിട്ടാൽ ഇവർ പറമ്പിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും. പിന്നെ നമുക്ക് വിളിച്ചാൽ വരികയില്ല, ആകെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വൈകുന്നേരം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 4:30-5 മണി ആ ഒരു ടൈമിലാട്ടോ ഞാൻ തുറന്നു വിടുക. അതാകുമ്പം ഈ ഒരു മുറ്റത്ത് നമ്മുടെ ഈ പരിസരത്ത് തന്നെ ഇവരുണ്ടാകും. വേറെ അങ്ങ് ഒരുപാട് ദൂരേക്കൊന്നും പോവില്ല കേട്ടോ. അതുപോലെ ഇരുടായാൽ പെട്ടെന്ന് കൂട്ടിലേക്കും കയറും. പിന്നെ അവർക്ക് ഒരുപാട് ദൂരം പോകാനുള്ളൊരു ടൈമില്ല. എന്ന് വെച്ചാൽ വൈകിട്ട് തുറന്ന് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ സ്കൂളത്തെ ചോറ് കൊടുക്കും. അപ്പോൾ ആ ചോറൊക്കെ കഴിക്കുമ്പം തന്നെ ഒരുപാട് നേരം വൈകിയല്ലോ. ഇത് നമ്മുടെ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണേ. ഇവർ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് പൂവൻകുട്ടികളാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. 50 പൂവൻകുട്ടികളായിരുന്നു. അതിൽ കുറച്ച് പെടയുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ വീഡിയോയിൽ, ഇതിൽ കുറച്ച് പെടക്കോഴികളും ഉണ്ട്. മുഴുവനും പൂവനല്ല കേട്ടോ. എങ്ങനെയായാലും അതിൽ ഒരു 5-10 പെടക്കോഴികൾ എന്തായാലും ഉണ്ടാവും. ഇവരും അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൽ നാടനും അതുപോലെ തന്നെ ഗ്രാമശ്രീ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ അവരെ പുറത്തിറക്കാനായിട്ടില്ല. അവരെ ഒരു കാക്ക കൊത്തുന്ന പ്രായമാണ്. അവരെ ഇതിലേക്ക് ഇറക്കി വിട്ടാൽ ഇവരും കൊത്തും. അതുകൊണ്ട് അവരെ ഞാൻ തൽക്കാലം കൂട്ടിലിട്ടേക്കാണ്. എന്നാലും ചില സമയങ്ങളിലൊക്കെ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുമ്പം എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവർ കൂട്ടുന്ന പുറത്തേക്ക് ചാടാറുണ്ടേ. പിന്നെ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിയും. ഇവരെ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല കേട്ടോ. ഇവർ നന്നായിട്ട് പറക്കും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെയാണ് കൂട് തുറക്കാറ്. പിന്നെ ഇതാ ഇന്ന് ഇവരുടെ കൂടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ദിവസമാണ് കേട്ടോ. അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കൂടെ അങ്ങനെ പെട്ടെന്ന് അഴുക്കാവില്ലേ. ഇതാണ് അറക്കപ്പൊടി. ഒരുപാട് ആളുകൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറക്കപ്പൊടി അതുപോലെ ചിപ്പിൽപ്പൊടി എന്നുള്ളത്. ഇതാണ് കേട്ടോ അറക്കപ്പൊടി. ചിപ്പിൽപ്പൊടി എന്ന് പറയുന്നത് ഇങ്ങനെ ചീളായിട്ടുള്ളതുണ്ടല്ലോ, പീസായിട്ടുള്ളത്, അതാണ് കേട്ടോ ചിപ്പിൽപ്പൊടി. അപ്പം ഇങ്ങനെ അറക്കപ്പൊടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടൊക്കെ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ പെട്ടെന്ന് അഴുക്കാവില്ല കേട്ടോ. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ മഴക്കാലത്ത് നമ്മൾ അറക്കപ്പൊടിയോ ചിപ്പിൽപ്പൊടിയോ എന്തിട്ട് കൊടുത്താലും ജസ്റ്റ് ആ ഒരു മഴപ്പാറൽ ഏൽക്കുമ്പോൾ തന്നെ അതിൽ നനവ് വരും കേട്ടോ. നനവ് വന്നാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ പെട്ടെന്ന് വൃത്തികേടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും മഴക്കാലമാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ അറക്കപ്പൊടിയോ ചിപ്പിൽപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അറക്കപ്പൊടിയൊക്കെ എന്തായാലും സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പെട്ടെന്ന് അഴുക്കാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൂട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഇവരെയും വേണമെങ്കിൽ വൈകിട്ട് തുറന്നു വിടാട്ടോ. പക്ഷേങ്കിൽ അവരെ തുറന്നു വിടരുത്, ഇവരെ മാത്രം തുറന്നു വിടുക. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും കൂടി നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ. ഇവരെ കണ്ടാൽ എന്തായാലും കാക്ക വന്നിട്ട് കൊത്തുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇവരുടെ കൂടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയ കൂട്ടിലായിരുന്നേ. ഇവരെനിക്ക് തോന്നുന്നു വിരിഞ്ഞ സമയത്ത് 42-43 അങ്ങനെ എത്രയോ മക്കളുണ്ടായിരുന്നു. വിരിഞ്ഞ് 2 ദിവസം ആയപ്പം തന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ സെയിലായി പോയിട്ടുണ്ട്. ബാക്കി വന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരെ കൂടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ കൂട്ടിൽ അവർക്ക് ഓടിച്ചാടി നടക്കാനുള്ള സ്പേസ് വളരെ കുറവായിരുന്നേ. അതുകൊണ്ട് ഞാൻ നേരെ താഴത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത അർക്കപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇനി 2 ദിവസം ഇതിലായിരിക്കും ഇവരുടെ ഫുള്ള് കളി. അത് കഴിഞ്ഞാൽ ഇവർക്കൊരു മടുപ്പ് വരും കേട്ടോ. ഇത് തുടക്കത്തിലായതുകൊണ്ടാണ് ഈ ഒരു കളി. ഇനി അറക്കപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളെ വീടിൻ്റെ അടുത്ത് അവിൽ മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയാൽ തവിട് കിട്ടും കേട്ടോ. അവിലിൻ്റെ അവർ ഒഴിവാക്കുന്ന തവിട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം തവിട് കിട്ടാനില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യമൊക്കെ അവിൽ മില്ലിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഈ അവരിങ്ങനെ തവിട് ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് കൂട്ടിയിടുമായിരുന്നു കേട്ടോ. വെറുതെ കൂട്ടിയിടുമായിരുന്നു. അവിടുന്ന് ഇത് മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കുറേ മുളച്ചൊക്കെ വരാറുണ്ടായിരുന്നു. അതിൽ നിന്ന് നെല്ലൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് അവിൽ മില്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് വേണ്ടാത്ത തവിടൊക്കെ ഒഴിവാക്കിയതുണ്ടെങ്കിൽ ഇതുപോലെ കോഴിക്കൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും നല്ലതാണ്.
ഒരുപാട് ആളുകൾ പറയുന്നൊരു പ്രശ്നമാണ് കോഴികൾക്ക് തൂവലില്ല, തൂവൽ കൊത്തി പറിക്കുന്നു, അതുപോലെ വാലില്ല എന്നൊക്കെ. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ തുറന്നു വിടാതെ കൂട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്തുന്ന കോഴികൾക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചിലവഴിക്കുക കേട്ടോ. 1 മണിക്കൂർ നേരത്തേക്ക് അവരൊന്ന് തുറന്നു വിടുക, അവരൊന്ന് പുറം വിളിച്ചൊക്കെ ഒന്ന് കാണട്ടെ. അതാവുമ്പം വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഈ തീറ്റ മാത്രം കൊടുത്ത് കോഴീനെ വളർത്തുന്നവർക്ക് അങ്ങനത്തെ കാൽസ്യത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ തീറ്റ മാത്രം കൊടുത്തിട്ട് കോഴീനെ വളർത്താൻ കഴിയണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ അയൽവാസികളൊക്കെ ബുദ്ധിമുട്ടാണല്ലേ, തൊട്ടടുത്ത് അയൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. പക്ഷേ പറ്റുന്ന ആളുകൾ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് കോഴികളെ തുറന്ന് വിടുക. അതാവുമ്പം അവർക്കൊന്ന് ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ പുഴു, പാറ്റ, അതുപോലെ കല്ല്, ഇലകൾ അതെല്ലാം അവർക്ക് കൊത്തി കഴിക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ എന്തൊക്കെ തീറ്റ അവർക്ക് കൊടുത്താലും അവർ കൊത്തി കഴിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. ഓക്കെ.